ഹായ് വെൽക്കം ബാക്ക്. ഇത് നമുക്ക് മൊബൈൽ ഫോണിൻ്റെ കവർ എങ്ങനെയാണ് ഒരു അടിപൊളി ഗിഫ്റ്റ് ബോക്സ് ആക്കി മാറ്റുന്നതെന്ന് നോക്കാം. അപ്പം അതിനായിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ കവർ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു അടപ്പും വേണം, അതുപോലെ ആ ബോക്സും വേണം, രണ്ടും വേണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്തൊന്നും മാറ്റങ്ങൾ വരുത്തേണ്ട ആവശ്യമില്ല. കാര്യം ഉൾഭാഗം നല്ല വൈറ്റ് പ്ലെയിൻ ആയിട്ടിരിക്കുവാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു ഭാഗമൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കുന്നതുകൊണ്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല. പുറം ഭാഗമാണ് നമ്മൾ ആകെ ഒന്ന് മാറ്റിയിട്ട് എടുക്കുന്നത്. അപ്പം അതിൻ്റെ നമ്മൾ അകത്തേക്ക് വെക്കുന്ന ഭാഗം നമുക്ക് മാറ്റി വെച്ചിട്ട് പുറമേ ഉള്ള ഭാഗം, അതാണല്ലോ പുറത്ത് കാണുന്ന ഭാഗം, അപ്പം അതിൽ നമുക്ക് ചെയ്യാം. അപ്പം ഞാൻ ഇതാണ് പുറമേ ഉള്ള ഭാഗമായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഴയ ഒരു തുണി, നമ്മുടെ ഡ്രസ്സിൻ്റെ ഏതെങ്കിലും പഴയ തുണി കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ എൻ്റെ പഴയ ഒരു ടോപ്പിൻ്റെ കുറച്ച് ഭാഗമാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള തുണി നോക്കി കട്ട് ചെയ്യുക. അത് കറക്റ്റ് അളവിന് മുറിച്ചെടുക്കുക. അളക്കാൻ വേണ്ടിയിട്ട് അളവ് ടേപ്പൊന്നും വേണ്ട, ഞാനതൊന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഏകദേശം അളവ് ഇങ്ങനെ വെച്ച് നോക്കുക. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്ര വേണമെന്ന്. അതനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാണ് ഇതിലേക്ക് ഒട്ടിക്കുന്നതെന്ന് നോക്കാം. കറക്റ്റായിട്ട് ഒട്ടിച്ചില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ശ്രദ്ധിക്കുക. പിന്നെ കോട്ടൺ തുണിയാണ് കേട്ടോ എപ്പോഴും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലത്. ഞാൻ പക്ഷേ എടുത്തിരിക്കുന്ന കോട്ടൺ അല്ല, പക്ഷേ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർ കോട്ടൺ തുണി വെച്ചിട്ട് ചെയ്യും. പിന്നെ വേണ്ടത് ഇതുപോലെയുള്ള ഹോട്ട് ഗ്ലൂ ഗണ്ണാണ്. അപ്പോൾ അതൊന്ന് ചൂടാക്കി വെക്കുക. അതിനുശേഷം നമ്മുടെ ഹോട്ട് ഗ്ലൂ ഗൺ ഇവിടെ ഒന്ന് തേച്ച് കൊടുക്കുക. നമ്മുടെ ആദ്യം ഒരു സൈഡാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ആ ഒരു സൈഡിൽ ആദ്യം ഹോട്ട് ഗ്ലൂ ഗൺ നന്നായിട്ട് തേക്കുകയാണ്. നല്ല കുറച്ച് കൂടുതൽ തേച്ച് കൊടുക്കുക. സൈഡുകളിലേക്കൊക്കെ നന്നായിട്ട് വരുന്ന രീതിയിൽ വേണം തേക്കാൻ. അതിനുശേഷം അപ്പം തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ തുണി എടുത്ത് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പതിയെ വന്നിട്ട് പ്രസ് ചെയ്യണം. നന്നായിട്ട് തേച്ച് കൊടുക്കണം. ഒട്ടും തന്നെ ചുളുകൾ വീഴരുത്. ചുളുകൾ വീണാൽ ആകെ വൃത്തികേടായി പോവും, കാണാനൊരു ഫിനിഷിങ് ഉണ്ടാവില്ല, അതുപോലെ ഭംഗിയും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളത് തേച്ച് പെർഫെക്റ്റ് ആക്കിയിട്ട് വെക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ സൈഡും ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ഒരു വലിയ തുണി കഷ്ണമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 3 സൈഡ് കവർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ വന്ന് 3 സൈഡ് ഇങ്ങനെ കവർ ചെയ്ത് പോകാം. ബാക്കി എക്സ്ട്രാ ഉള്ള ഭാഗം കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ കവർ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും ഭാഗമാണ് ഇതിൽ കവർ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വലിച്ചിട്ട് തന്നെ ഈ ഉള്ള ഭാഗങ്ങളൊക്കെ ഈ ഹോട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അകത്ത് ഞാൻ ഒട്ടിക്കുന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അകത്ത് നന്നായിട്ട് വൈറ്റ് ഭാഗം ആയതുകൊണ്ട് ഒട്ടിക്കേണ്ട ആവശ്യമില്ല. വേണമെന്നുള്ളവർക്ക് അകത്ത് വേണമെങ്കിലും ഒട്ടിക്കാം. മൊബൈൽ ഫോൺ ബോക്സും അല്ല, നമ്മുടെ ഈ ഒരു ഷേപ്പിലുള്ള ഏത് ബോക്സിൽ വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാം കേട്ടോ. പക്ഷേ മൊബൈൽ ഫോൺ ബോക്സ് പ്രത്യേക ഒരു ഫിനിഷിങ്ങും ഭംഗിയൊക്കെയാണ്. അപ്പോൾ കുറച്ചുകൂടെ നന്നായിരിക്കും അതിൽ ചെയ്താൽ. ഇനി എക്സ്ട്രാ ഉള്ള ഭാഗം നമുക്ക് ഈ സൈഡിൽ ഒട്ടിക്കണം. അപ്പോൾ ഈ സൈഡിൽ ഒട്ടിക്കുന്നതിന് മുമ്പ് ഈ ഭാഗങ്ങൾ നന്നായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. കട്ട് ചെയ്തിട്ട് മാത്രമേ ഈ 2 സൈഡിലും ഒട്ടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. എക്സ്ട്രാ ഉള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഫുള്ള് ഈ ഒരു തുണി കൊണ്ട് മൊബൈൽ ഫോണിൻ്റെ കവറ്, പുറം കവറ് ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ലേ. എനിക്കൊരു കുഞ്ഞ് ബോയും കൂടി ഉണ്ടാക്കി കൊടുത്തിട്ട് ഇതിൻ്റെ പുറത്തേക്ക് വെച്ച് സ്റ്റിക്ക് ചെയ്യാം. ഈ ബോ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പലപ്പോഴും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഈ ഒരു തുണി കഷ്ണം വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു സൈഡിലായിട്ട് കുഞ്ഞ് ബോ ഇങ്ങനെ പിടിപ്പിക്കുക. ഏതൊരു ഗിഫ്റ്റ് ഐറ്റം ആണെങ്കിലും ബോ പിടിപ്പിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഉൾക്കവർ നമ്മൾ കാണാത്ത ഭാഗമായതുകൊണ്ട് തന്നെ അത് പ്ലെയിൻ വൈറ്റ് ആയതുകൊണ്ടും അതിലൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിനകത്തേക്ക് നമ്മുടെ ക്യാൻഡി എന്താണ് ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതങ്ങോട്ട് ഫുള്ള് ഫില്ല് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ക്യാൻഡിയാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇത് വെച്ചിട്ട് പതിയെ ഒന്ന് അടച്ചു കൊടുക്കുക കണ്ടോ. അപ്പോൾ നമ്മളിത് സാധാരണ ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ലോക്ക് ചെയ്തിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. അതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ഇതുവരെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിരിക്കുന്നത്. അപ്പോഴേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഞാനൊരു റിബൺ വെച്ചിട്ടാണ് ഈ ഒരു ഭാഗം കവർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് സാറ്റൻ റിബണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലത്തെ ഒരു കളർ ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റിബൺ ചൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് മാച്ചായിട്ട് തോന്നുന്നത് അത് വേണം ഇതിനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് വെച്ചിട്ടൊന്ന് ലോക്ക് ചെയ്യുവാണ്. അപ്പോൾ ഇളകാതെ റിബൺ കറക്റ്റ് ഇരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മാത്രം റിബൺ ഇവിടെ നിന്ന് ഇളക്കിയെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് ബോക്സ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമ്മൾ കളയുന്ന മൊബൈൽ ഫോണിൻ്റെ കവർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. പഴയ തുണിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാ സാധനങ്ങളും നമ്മൾ യൂസ് ചെയ്തതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്